വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, ശ്രോതാക്കളെ, ഇന്ന് ദുൽഹജ്ജ് 1 അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുക എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ദുൽഹജ്ജ് 1 മുതൽ അയ്യാമു തശ്രീഖിന്റെ 3 ദിവസം, അങ്ങനെ 13 ദിവസം വരെ, ദുൽഹജ്ജിന്റെ 13 ദിവസം വരെ ആട്, മാട്, ഒട്ടകം ഉളിഹിയത്തിന് അറുക്കാൻ പറ്റുന്നതായ ആട്, മാട്, ഒട്ടകങ്ങളെ കാണുമ്പോൾ തക്ബീർ ചൊല്ലല് പ്രത്യേകമായ സുന്നത്തുണ്ട്. കഴിയുന്നവരൊക്കെ അത് ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഉളിഹിയത്ത് എന്ന് പറയുന്നത് വളരെ പുണ്യമുള്ള അമലാണ്. ഹബീബ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെക്കുറിച്ചൊക്കെ പഠിപ്പിച്ചു തരുന്നത് ഒരു ഹദീസിൽ ഇങ്ങനെ പറയുന്നത് കാണാം. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, യാ ദാവൂദേ, നിങ്ങൾ ഉളിഹിയത്ത് അറുക്കുക. കാരണം അന്നല്ലുഹായ ഇയൽ മതായ, കാരണം ഉളിഹിയത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ ആഖിറത്തിലെ വാഹനമാണ്. ദുന്യവികമായ സഞ്ചാരത്തിന് കാറും ബൈക്കും മറ്റുള്ള വാഹനങ്ങളാണെങ്കിൽ ആഖിറത്തിലെ നിങ്ങളുടെ സഞ്ചാര വാഹനമാണ്. മാത്രമല്ല, സിറാത്ത് പാലത്തിലൂടെ സഞ്ചരിപ്പിക്കാൻ കഴിയുന്ന വാഹനമാണ് ഉളിഹിയത്ത് മൃഗം. അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഉളിഹിയത്ത് അറുക്കുക എന്ന് ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു പറയുന്നുണ്ട്. മാത്രമല്ല, വഅന്നല്ലുഹായ തംഹുൽ ഖതായ, ദാവൂദേ, ഉളിഹിയത്ത് മുഖം ആരാണോ അറുക്കുന്നത് അവന്റെ സകലമാന പാപങ്ങൾ അള്ളാഹു മായ്ച്ചു കളയുന്നതാണ്. പിന്നെയും തീർന്നിട്ടില്ല. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുന്നുണ്ട്, വതദ്ഫഉൽ ബലായ മുർ ബിൽഹായ, നിങ്ങൾക്ക് വരാൻ പോകുന്ന പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾക്കൊക്കെ ഒരു തടസ്സപ്പെടുത്താനും കാരണമാകും ഈ ഉളിഹിയത്ത് മൃഗം കൊണ്ട്. മാത്രമല്ല, ഫഇന്നഹു ഫിദാഉൽ മുഅ്മിൻ കഫിദാഇ ഇസ്ഹാഖ് മിനസ് സബഅ, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവരെ മോചിപ്പിക്കാൻ വേണ്ടി എങ്ങനെയാണോ അറുക്കാൻ വേണ്ടി കൽപ്പിച്ചത്, ഫിദിയയാക്കി കൊടുക്കപ്പെട്ടത്, അതുപോലെ മുഅ്മിനീങ്ങൾക്ക്, സത്യവിശ്വാസികൾക്ക് അവിടെ പ്രയാസങ്ങൾക്ക് തടയാനുള്ള ഒരു ഫിദിയയാണ് ഉളിഹിയത്ത് മൃഗം എന്ന് പറയുന്നത്. അത്രമേൽ പുണ്യങ്ങളാണ് ഈ ഉളിഹിയത്തുമായി ബന്ധപ്പെട്ടിട്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആയിഷാ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഹബീബായ തങ്ങള് പെരുന്നാളിന്റെ ദിവസത്തിൽ വെച്ച് ഹബീബായ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് അത് അറുക്കലാണ്. സ്വയം കൈകൊണ്ട് 38 അറുത്തിട്ടുണ്ട്. ബാക്കി അലി റളിയല്ലാഹു അൻഹുവിലേക്ക് സമർപ്പിക്കുകയും ചെയ്തിട്ടുമുണ്ട്. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ ഞങ്ങളെ ഉത്ബോധനം നടത്തുന്നുണ്ട്. ഇന്നാ അഅതൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, അല്ലാഹുവിന് വേണ്ടി പെരുന്നാൾ നമസ്കരിക്കുകയും പിന്നീട് ഉടനെ തന്നെ നിങ്ങൾ ബലികർമ്മം നടത്തുകയും ചെയ്യുക എന്ന്. അങ്ങനെ ഒരുപാട് മഹത്വങ്ങളാണ് ഉളിഹിയത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. കഴിയുന്നവരൊക്കെ ഉളിഹിയത്ത് അറുക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അറുക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഈ പറയപ്പെട്ട അർഹമായ പ്രതിഫലങ്ങൾ അല്ലാഹു നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.